നമ്മളിന്ന് ഒരു ചുരിദാറിന് എങ്ങനെയാണ് നെക്ക് ഒരു പുതിയ രീതിയിൽ തയ്ക്കുന്നത് നോക്കാവേ. നമ്മൾ അത് ആദ്യമേ നെക്ക് നമ്മൾ അളന്ന് നമ്മൾ തയ്ച്ചതിന് ശേഷം താഴേക്ക് നമ്മളൊരു 12 ഇഞ്ച്, ടോട്ടലിടും 16 ഇഞ്ച് വേണം, ഒരു 12 ഇഞ്ച് എന്നിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക താഴേക്ക്. എന്നിട്ട് അവിടുന്ന് ആ 12 ഇഞ്ചിൽ നിന്നും 2 സെൻറ്റിമീറ്റർ വീതം നമ്മൾ താഴെ മുകളിലും അടയാളപ്പെടുത്തി, എന്നിട്ട് നമ്മൾ ആ 2 സെൻറ്റിമീറ്ററിന് താഴേക്കും വരയ്ക്കുക. രണ്ട് സൈഡിലും അതുപോലെ വരച്ച് വെച്ചിട്ട് മടക്കി ചെയ്യണം ആദ്യം. എന്നിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ കഴുത്തിൽ നമ്മൾ ഒരു തുണി പൈപ്പിങ് വെക്കാനായിട്ട് അത് മറിച്ചടിക്കാൻ, എന്നിട്ട് നമ്മളത് പതിച്ചടിച്ച് ശേഷം നമ്മളത് മറിച്ച് അടിക്കും. കഴുത്ത് ഭാഗം അങ്ങനെ വെക്കും. അതിന് ശേഷം കഴുത്തടിച്ചതിന് ശേഷം നമ്മളതിൻ്റെ മടക്കി 2ആയിട്ട് വെച്ചില്ലേ, ആ നടുക്കൂടെ ഈ 12 സെൻറ്റിമീറ്റർ താഴേക്ക് നമ്മൾ മുറിച്ചിടും. അപ്പോൾ 2 പീസായിട്ട് അവിടം വരെ മുറിക്കാതെ മുഴുവൻ മുറിക്കരുത്, എത്രയാണോ മാർക്ക് ചെയ്ത് അവിടം വരെ ഒന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ വേറെ ഒരു 3 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡും നമ്മളകത്തോട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ താഴേക്ക് വെട്ടി വെച്ച് അതിലേക്ക് തയ്ച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ 2 സൈഡും അതിനകത്ത് വെച്ചിട്ട് വേണം നമ്മൾ അടിച്ച് തിരിച്ച് താഴേക്ക് വന്ന് വീണ്ടും അതിൻ്റെ ഇപ്പുറത്തെ സൈഡും അതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ അടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോണം. നമ്മൾ ആ 2 സൈഡ് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ, അവിടെ നമ്മൾ ഒരു കോണ് പോലെ വെട്ടണം. 2 സൈഡിലുമായിട്ട് കോണ് പോലെ വെട്ടിയിട്ട് അതൊന്ന് നിവർത്ത് വെച്ച് വേണം നമ്മൾ ഈ തുണി അതിലേക്ക് അടിച്ച് വെക്കാനായിട്ട്. നമ്മൾ 2 സൈഡിലും അടിച്ച് പിടിപ്പിച്ച തുണി ഒരേ വീതിയിലുള്ളതായിരിക്കണം. അതിങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറമേ കൂടെ താഴെ വശത്ത് കോൺ പോലെ നമ്മൾ വെട്ടിയതിന് പുറമേ അകത്തേക്ക് വെച്ചൊന്ന് അടിച്ച് നോക്കിയിട്ട് അപ്പം 2 സൈഡും ഈക്വലായിരിക്കും, അല്ലെ ഒരുപോലെ ഇരിക്കും. എന്നിട്ട് നമ്മൾ കഴുത്ത് അതിൻ്റെ തുമ്പ് വശം അകത്തോട്ട് വെച്ചൊന്ന് അടിക്കുമ്പോൾ നമുക്ക് ആ കഴുത്ത് ശരിയാക്കി എടുക്കാം. അതൊരു ഒട്ടും ചുളുങ്ങാതെയൊക്കെ എടുക്കാൻ പറ്റും. ഇന്നത്തെ കഴുത്ത് ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കും, കുറച്ച് നല്ല ഭംഗിയാണ് ഇത്തരത്തിൽ കഴുത്ത് നമ്മുടെ ചുരിദാറിനെ വെട്ടി വെച്ചാൽ. ഇനി അതേ തന്നെ നമുക്ക് വേണേൽ ലേസൊക്കെ പിടിപ്പിക്കാം. ഞാനിവിടെ ലേസൊന്നും പിടിപ്പിക്കുന്നില്ല. ഇത് ഒത്തിരിയും ഇങ്ങനെ കഴുത്ത് വല്ലാതെ വിടർന്നു പോരുത്. ഒരു 2 സെൻറ്റിമീറ്റർ മാത്രമേ താഴേക്ക് ഇങ്ങനെ വീതി എടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ അതുവഴി അടിച്ച് ഈ തുണി പിടിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ലേസ് ആണെങ്കിൽ അത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ മുകളിലത്തെ പീസ് എടുത്ത് ഒന്ന് അതിൻ്റെ എൻഡ് വശം, താഴത്തെ 2 എൻഡ് വശവും കൂടെ ഒന്ന് അടിച്ച് വെക്കുമ്പോൾ നമുക്ക് ആ കഴുത്തേൽ ശരിക്കും ഒരു വേറൊരു കളറുള്ള തുണി വെച്ച് അടിച്ച് നല്ല ഭംഗിയായിട്ട് നമുക്കിരിക്കും. ഇത് 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ആ താഴെ വശത്തേക്ക് നമ്മൾ ആ തുണി വെച്ച് പിടിക്കുമ്പോൾ അതിൻ്റെ കോണ് പോലെ വെട്ടുന്ന അത്, എന്നിട്ട് വെട്ടിക്കഴിയുമ്പോൾ നമ്മളത് നിവർത്ത് അതിലോട്ട് ആ തുണി വെച്ച് അങ്ങ് അടിക്കുവാണേ. അതൊന്ന് നിങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 1-2 പ്രാവശ്യം ഒന്ന് കാണണേ. ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞു തരാവേ. എപ്പോഴും നമ്മൾ വെറൈറ്റി ആയിട്ട് കഴുത്ത് വെട്ടി തയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കിയത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒരു ലൈക്കും അടിച്ചേക്കണേ. ഞാൻ ഡെയിലി ഇങ്ങനെ തയ്യൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് കയറി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, പറഞ്ഞു തരാവേ. ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ.